അച്ഛനും അമ്മയും മക്കളും സന്തോഷത്തോടെ കഴിയുന്ന വീട്. എത്ര മനോഹരമായ ആ കാഴ്ച. വീട്ടിലെ സാഹചര്യങ്ങളും മാതാപിതാക്കളുടെ സമീപനവും കരുതലുമാണ് കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത്. അച്ഛനും അമ്മയും എപ്പോഴും വഴക്കിടുന്ന കുടുംബങ്ങളിലെ പിള്ളേര് വയലൻ്റ് ആകാനും അക്രമത്തിലേക്ക് തിരിയാനും സാധ്യതയുണ്ട്. അതുപോലെ മക്കളുടെ മുന്നിൽ വെച്ച് നുണ പറയുന്ന മാതാപിതാക്കളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ആർക്കും ഉപദ്രവം ഉണ്ടാക്കാത്ത നുണയാണെങ്കിലും കുട്ടികളിലും ആ ശീലം വളരാം. കാസർഗോഡ് ഉപ്പളയിലുണ്ടായ സംഭവം ഈ നാട്ടിലെ ഓരോ മാതാപിതാക്കളും അതീവ ഗൗരവത്തോടെ കാണേണ്ടതാണ്. ചില വീടുകളിലൊക്കെ തോക്കും ആയുധങ്ങളും കരുതി വയ്ക്കുന്നവരുണ്ട്. എന്നാൽ അത് കുട്ടികൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നീട് രക്ഷിതാക്കൾ തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഉപ്പളയിലെ പ്രവാസിയുടെ വീട്ടിലുണ്ടായ വെടിവെപ്പ് കേസിൽ പോലീസ് അന്വേഷണമെത്തിയത് ആ കുടുംബത്തിലെ 14 വയസ്സുള്ള മകനിലേക്കാണ്. അതിനുശേഷം അവൻ പറഞ്ഞ നുണക്കഥയും പൊളിഞ്ഞു. എന്തിനാണ് ആ 9ാം ക്ലാസ്സുകാരൻ സ്വന്തം വീടിന് നേരെ വെടിയുതിർത്തത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. കാസർഗോഡ് ഉപ്പളയിൽ നാട്ടുകാരിൽ ഭീതി പരത്തി പ്രവാസിയുടെ വീട്ടിലുണ്ടായ വെടിവെപ്പ്. അമ്മയും 2 മക്കളും പുറത്തുപോയ സമയം 14കാരനായ മകൻ മാത്രമാണ് വീട്ടിലപ്പോൾ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ അവൻ വീട്ടുകാരെയും നാട്ടുകാരെയും വിളിച്ച് വിവരമറിയിക്കുന്നു. കാറിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്നും താൻ ഭയന്നു വിറച്ചെന്നും ആദ്യം കുട്ടിയുടെ മൊഴി. എന്നാൽ പയ്യൻ്റെ സംസാരത്തിൽ എന്തോ പന്തികളുള്ളതുപോലെ. അതോടെ പോലീസ് CCTVകൾ പരിശോധിച്ചു. വീട്ടിലൊരു കാറും എത്തിയിട്ടില്ല. അതോടെ സംശയം തോന്നിയ പോലീസ് 14കാരനെ വിശദമായി ചോദ്യം ചെയ്തു. അങ്ങനെ വെടിവെപ്പ് കേസിൻ്റെ ചുരുളഴിയുന്നു. സ്വന്തം വീടിന് നേരെ വെടിയുതിർത്തത് ആ കൗമാരക്കാരനാണ്. എന്നാൽ എന്താണ് വെടിവെപ്പിന് കാരണമെന്ന് വ്യക്തമല്ല. സംഭവത്തിൽ കേസെടുക്കുന്നതിനെക്കുറിച്ച് പോലീസ് വിശദമായി പരിശോധിക്കുന്നുണ്ട്. ഉപ്പള ദേശീയപാതയ്ക്ക് സമീപം ഹിദായത്ത് ബസാറിൽ താമസിക്കുന്ന പ്രവാസിയുടെ വീട്ടിലാണ് ശനിയാഴ്ച വൈകിട്ട് വെടിവെപ്പുണ്ടായത്. മുകൾ നിലയിലെ ബാൽക്കണിയിലെ ചില്ല് തകർന്നു. 5 പെല്ലറ്റുകൾ ബാൽക്കണിയിൽ നിന്ന് കണ്ടെടുത്തു. കാറിലെത്തിയ സംഘമാണ് ആക്രമണം നടത്തിയതെന്നാണ് കുട്ടി പോലീസിനോട് പറഞ്ഞത്. മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കെ ശബ്ദം കേട്ടെന്നും പുറത്തേക്ക് നോക്കിയപ്പോൾ കാറിലെത്തിയവരെ കണ്ടെന്നും 4 പേരാണ് കാറിലുണ്ടായിരുന്നതെന്നും ആദ്യം മൊഴി നൽകി. CCTV പരിശോധിച്ച പോലീസിന് സംഭവ സമയത്ത് കാർ വന്നതായി കണ്ടെത്താൻ സാധിച്ചില്ല. സംഭവത്തിൽ ദുരൂഹത തോന്നിയതോടെ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് ചോദ്യം ചെയ്തതോടെയാണ് യാഥാർത്ഥ്യം കണ്ടെത്തിയത്. പിന്നാലെ കുട്ടി പറഞ്ഞതെല്ലാം കളവാണെന്ന് വ്യക്തമായി. വെടിവെപ്പുണ്ടായ സമയത്ത് 14കാരൻ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. അമ്മയും മറ്റു 2 മക്കളും പുറത്തുപോയിരുന്നു. വെടിവെപ്പുണ്ടായെന്ന കാര്യം കുട്ടിയാണ് മറ്റുള്ളവരെ അറിയിച്ചത്. തുടർന്ന് മഞ്ചേശ്വരം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും പരിശോധന നടത്തി. പിന്നീടാണ് വെടിയുതിർത്തത് കുട്ടി തന്നെയാണെന്ന് കണ്ടെത്തിയത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പിതാവിന്റെ എയർഗൺ എടുത്ത് 14കാരൻ വെടിവെക്കുകയായിരുന്നു. എന്നാൽ എന്തിനാണ് വെടിവെച്ചതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. തുടർ നടപടികളെക്കുറിച്ച് പോലീസ് ആലോചിക്കുകയാണ്. വെടിവെക്കാൻ ഉപയോഗിച്ച എയർഗൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. മനുശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിൻ്റെ ഏക മകൾ. പേര് ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ. കോടികൾ വിലമതിക്കുന്ന സ്വത്തിൻ്റെ ഏക അവകാശി. കേൾക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ ഉണ്ടല്ലേ? എന്നാൽ ഇതൊരു തട്ടിപ്പിൻ്റെ കഥയാണ്. പാലക്കാട് ഒരു പൂജാരിയെ കബളിപ്പിച്ച് 1/2 കോടിയിലധികം രൂപ തട്ടിയെടുത്ത യുവതിയാണ് കഥയിലെ താരം. ഡോക്ടറാണെന്ന് സ്വയം പരിചയപ്പെടുത്തി സൗഹൃദം നടിച്ച് യുവാവിനെ 1.5 വർഷമായി വഞ്ചിച്ച കേസിൽ പ്രതി മുബീനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2023 പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 2 വർഷമായിട്ടും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്നാണ് മുബീന അറസ്റ്റിലായത്.
ഇവർ കൂടുതൽ പേരെ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എറണാകുളം ലുലു മാളിൽ വെച്ചാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് യുവതിയുടെ കയ്യിൽ നിന്ന് 1 ലക്ഷത്തോളം രൂപയും സ്വർണ്ണാഭരണങ്ങളും കണ്ടെത്തി. കേസിലെ രണ്ടാം പ്രതി ശ്യാം സന്തോഷ് കഴിഞ്ഞ ദിവസം പിടിയിലായിരുന്നു. ഇയാളിപ്പോൾ ജാമ്യത്തിലാണ്. കാവിൽപ്പാട് നാഗയക്ഷിക്കാവിലെ പൂജാരിയാണ് പരാതിക്കാരൻ. മനിശ്ശേരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏകമകൾ ഡോക്ടർ നിഖിത ബ്രഹ്മദത്തനാണെന്ന് പറഞ്ഞാണ് യുവതി പരാതിക്കാരനെ പരിചയപ്പെട്ടത്. കോടികളുടെ ഏക അവകാശിയാണെന്നും തറവാട്ടിൽ ആണവകാശികൾ ഇല്ലാത്തതിനാൽ യുവാവിനെ ദത്തെടുക്കാൻ തയ്യാറാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ചു. ഇക്കാര്യം സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകുകയും ചെയ്തു. പിന്നീട് ഇവർ തമ്മിൽ 1 വർഷത്തോളം സൗഹൃദം തുടർന്നു. ഇടയ്ക്കിടെ താൻ ജോലി ചെയ്യുന്നുവെന്ന് വിശ്വസിപ്പിച്ച പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് വിളിച്ചു വരുത്തുകയും ചെയ്തു. പരാതിക്കാരൻ വരുന്ന സമയത്ത് മുബീന സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് ഡോക്ടർ എന്ന മട്ടിൽ പെരുമാറി. ഇതിനായി സഹായികളെ കൂടെ നിർത്തി സംസാരിച്ച് വിശ്വസിപ്പിക്കുകയും ചെയ്തിരുന്നു. താൻ നിർമ്മിക്കാനൊരുങ്ങുന്ന IVF ആശുപത്രിയിൽ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞ യുവാവിൽ നിന്ന് 68 ലക്ഷം രൂപയോളം പലതവണയായി കൈപ്പറ്റി കടന്നുകളയുകയായിരുന്നു. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി വിവിധ ജില്ലകളിൽ പല പേരുകളിലും പല സ്ഥലത്തും ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ. 9ാം ക്ലാസ് മാത്രമാണ് മുബീനയുടെ യോഗ്യത. സമാന രീതിയിൽ ധാരാളം പേരിൽ നിന്ന് മുബീന പണം വാങ്ങിയിട്ടുണ്ട്. ആലപ്പുഴ, കോഴിക്കോട്, എറണാകുളം, പാലക്കാട് ടൗൺ, നോർത്ത് എന്നീ സ്റ്റേഷനുകളിലും യുവതിയുടെ പേരിൽ നേരത്തെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 പാലക്കാട്. നമ്മുടെ ചില വീടുകളിൽ സ്ത്രീകൾ നരകതുല്യമായ ജീവിതം നയിക്കുന്നുണ്ട്. മദ്യപാനികളും സംശയരോഗവുമുള്ള ഭർത്താക്കന്മാരുടെ ക്രൂരമായ പീഡനങ്ങൾ സഹിച്ച് കഴിയുന്നവർ, മക്കളെ ഓർത്ത് എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നവർ. കോട്ടയം കുമാരനെല്ലൂരിലെ രമ്യ എന്ന വീട്ടമ്മ ഭർത്താവിൻ്റെ ക്രൂരതകൾ ഏൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കുടുംബസമേതം വിദേശത്തായിരുന്നപ്പോൾ തുടങ്ങിയതാണ് മാനസിക പീഡനം. നാട്ടിലെത്തിയപ്പോൾ ശാരീരികമായ ഉപദ്രവം. കഴിഞ്ഞ ദിവസം ഭർത്താവ് ജയൻ രമ്യയെ ക്രൂരമായി തല്ലിച്ചതച്ചു. മുഖത്ത് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചായിരുന്നു ആക്രമണം. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഭർത്താവിന് വേണ്ടി പോലീസ് അന്വേഷണം ഊർജിതമാണ്. മുഖത്തുൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ രമ്യ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗാർഹിക പീഡനത്തെ തുടർന്ന് 2 പെൺകുഞ്ഞുങ്ങളുമായി ഷൈനി ആത്മഹത്യ ചെയ്തതിൻ്റെ കിലോമീറ്റർ മാത്രം ദൂരെയാണ് പുതിയ സംഭവം. കുമാരനെല്ലൂർ പൂത്തേട്ട് വീട്ടിൽ രമ്യ മോഹനാണ് ഭർത്താവിൻ്റെ ക്രൂരപീഡനത്തിന് ഇരയായത്. വർഷങ്ങളായി പലതവണ അതിക്രൂരമായി ഭർത്താവ് ജയൻ മർദ്ദിക്കുന്നതായി രമ്യ പറയുന്നു. അയാൾ എന്നെ നിലത്ത് വലിച്ചഴച്ച് എൻ്റെ മുഖത്തും മൂക്കിനും വായ്ക്കും എല്ലാം ഇടിച്ച് എൻ്റെ തൊണ്ടയും പെടലി എല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ടാണ് എൻ്റെ തലയെല്ലാം ഭിത്തിക്കിട്ടിട്ട് ഇടിച്ച് പിന്നെ എന്നെ നിലത്തൂടെ വലിച്ചുകൊണ്ട് പോയി അവിടെ കൊണ്ട് താഴെ വെക്കുമ്പോൾ എൻ്റെ മൂക്കിനകത്തുനിന്ന് ഒരു പൈപ്പ് പൊട്ടുന്നത് പോലെയാണ് ബ്ലഡ് ചാടുന്നത് കണ്ടിട്ടും കണ്ടിന്യൂസ് ആൾ ഇടി തുടർന്നുകൊണ്ടേയിരുന്നു. പിന്നെ എൻ്റെ പുറം, എൻ്റെ ബാക്ക് എല്ലാം ഇടിച്ചിട്ടുണ്ട്. എൻ്റെ കാല് കടി അതെല്ലാം അയാൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ആ നിലത്ത് കിടക്കുന്ന ബ്ലഡ് എല്ലാം കൂടെ അയാളൊരു തോർത്തിൽ പിഴിഞ്ഞിട്ട് രസിക്കുക. അയാൾ പറയുന്നത്, നീ ഇനി പുറം ലോകം കാണത്തില്ല എന്ന്, പുറം ലോകം നിന്നെ ഞാൻ കാണിക്കത്തുമില്ലെന്ന്, ഒന്നെങ്കിൽ നിനക്ക് സ്വന്തമായിട്ട് തൂങ്ങിച്ചാകും, അല്ലാന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, നീയും നിന്റെ മക്കളും ഇനി ജീവിച്ചിരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. കുടുംബമായി നേരത്തെ ഖത്തറിൽ താമസിച്ചിരുന്ന സമയത്തും സമാനമായ രീതിയിൽ മർദ്ദനമുണ്ടായിരുന്നു. ഇരുവർക്കും 3 കുട്ടികളാണുള്ളത്. ഇവരെ ഓർത്ത് മാത്രമെല്ലാം സഹിക്കുകയായിരുന്നുവെന്ന് രമ്യ പറയുന്നു. 3 കുഞ്ഞുങ്ങളുടെ ജീവന് ഇപ്പോൾ ഭീഷണിയുണ്ട്. ഇതിനു മുന്നേ എൻ്റെ കൊച്ചുങ്ങളെ അകത്ത് പൂട്ടി വെച്ച് ഭീഷണിപ്പെടുത്തി അയാൾ ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട്. അതിന് പുറകിൽ നിൽക്കാനായിട്ട് അയാളുടെ 2 പെങ്ങന്മാരും ഉണ്ട്, അയാളുടെ ഒരു കൂട്ടുകാരനും ഉണ്ട്. അവർ എന്തും ചെയ്യും, ഏതറ്റം വരെയും പോകും. അത് കോടികളോ അതിന് മേലോ അയാൾ ഇറക്കുന്നുണ്ട്. അത് നമ്മുടെ കയ്യിലില്ലാത്തത് പൈസ. അയാൾ പറയുന്നുണ്ട് അയാളുടെ പൈസയ്ക്ക് ഒരിക്കലും നമുക്കാർക്കും വിലയിടാനായിട്ട് പറ്റത്തില്ല എന്ന്.
അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങളുടെ ഞാൻ ജീവിച്ചിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് അതുപോലെ എൻ്റെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരിക്കണം. ലാസ്റ്റ് അയാൾ എന്നെ അടിച്ച് കൂട്ടുമ്പോഴത്തേക്കും അയാൾ പറഞ്ഞു ഈ കുമാരനെല്ലൂർ കരയിലുള്ള ആൾക്കാർ മുഴുവനും അയാളുടെ പോക്കറ്റിലാണെന്ന്. അതുകൊണ്ടാണ് നീയോ നിൻ്റെ കുട്ടികളോ അല്ലെങ്കിൽ ആരൊക്കെ ശ്രമിച്ചാലും അയാളുടെ ഇമേജിന് കളങ്കം വരുത്താത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങളും ചെയ്യും. ഒരു ലേഡി എന്ന നിലയിൽ ഒരിക്കലും എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് പറയാനേ പറ്റത്തില്ല. അയാൾ ഒരു ചപ്പാത്തിക്കോലും എടുത്തുകൊണ്ട് വന്ന് ഒരു പെപ്പർ സ്പ്രേയുടെ ഒരു ബോട്ടിലും കൂടെ എടുത്തുകൊണ്ട് വന്ന് അത് എനിക്ക് പുറമേ പറയാൻ പറ്റത്തില്ല അയാൾ എവിടെയാണ് അത് സ്പ്രേ ചെയ്യാൻ വരുന്നതെന്ന്. അതിനുവേണ്ടി അയാൾ ശ്രമിക്കുമ്പോഴാണ് പുറത്തെ ഡോറിൻ്റെ അവിടെ കൊട്ട് കേൾക്കുകയും ഞാൻ രക്ഷപ്പെടാനുള്ളൊരു സാഹചര്യം എനിക്ക് ഉണ്ടാവുകയും ചെയ്യുന്നത്. അല്ലായിരുന്നുണ്ടെങ്കിൽ ആ രാത്രി ഞാൻ കഴിയത്തില്ലായിരുന്നു. മർദ്ദനത്തിനപ്പുറം പെപ്പർ സ്പ്രേ അടക്കം ഉപയോഗിച്ചുള്ള ക്രൂരപീഡനവും നടന്നതായി രമ്യ വെളിപ്പെടുത്തി. പലതവണ അതിക്രമങ്ങൾ തുടർന്നിട്ടും കുടുംബത്തിനു വേണ്ടി ക്ഷമിക്കുകയായിരുന്നു. 8-ാം തീയതി രാത്രിയാണ് ജയൻ വീണ്ടും ആക്രമിച്ചതെന്ന് രമ്യ പറയുന്നു. കേസിൽ കോട്ടയം വെസ്റ്റ് പോലീസ് പ്രതിക്കായി തെരച്ചിൽ തുടങ്ങി. കുട്ടികൾക്കും ഭീഷണിയുണ്ടെന്ന് കാണിച്ച രമ്യ പരാതി നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 കോട്ടയം. ആലപ്പുഴ മണ്ണഞ്ചേരി നഗരത്തിൽ പട്ടാപ്പകൽ ആളുകൾ നോക്കി നിൽക്കെ സിനിമാ സ്റ്റൈലിൽ ഗുണ്ടാ വിളയാട്ടം. സ്റ്റീൽ വടിയും നഞ്ചക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായി എത്തിയ സഹോദരങ്ങളാണ് നാട്ടിൽ ഭീതി പരത്തിയത്. വഴിയിൽ നിൽക്കുകയായിരുന്ന ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്ത സംഘം നിരവധി പേരെ മർദ്ദിച്ചു. ഒരാളുടെ തലയ്ക്കും മറ്റൊരാളുടെ മൂക്കിനും ഗുരുതരമായ പരിക്കുണ്ട്. കുടുംബസമേതം പോയപ്പോൾ കളിയാക്കിയെന്ന് ആരോപിച്ചായിരുന്നു ആക്രമണം. മണ്ണഞ്ചേരി സ്വദേശികളായ 3 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. സ്റ്റീൽ വടിയും നഞ്ചക്കുൾപ്പെടെയുള്ള മാരകായുധങ്ങളുമായാണ് മണ്ണഞ്ചേരി ബസ് സ്റ്റാൻഡിന് സമീപം ഞായറാഴ്ച വൈകിട്ട് യുവാക്കളുടെ പരാക്രമം നടന്നത്. പ്രതികളിൽ ഒരാൾ കുടുംബസമേതം പോകുമ്പോൾ ബസ് സ്റ്റാൻഡിന് സമീപം കടയിലുണ്ടായിരുന്ന ചിലർ കളിയാക്കിയെന്നാണ് ആക്രമണം നടത്തിയ യുവാക്കൾ പറയുന്നത്. തുടർന്ന് വീട്ടിലെത്തി സഹോദരന്മാരെയും കൂട്ടി വന്ന കടയിൽ ഉള്ളവർക്ക് നേരെ ആക്രമണം നടത്തുകയായിരുന്നു. ആക്രമണത്തിൽ 4 പേർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഒരാൾക്ക് തലയ്ക്ക് സ്റ്റീൽ വെടികൊണ്ട് മർദ്ദനമേറ്റിട്ടുണ്ട്. ആക്രമണത്തിൽ മൂക്കിന്റെ പാലം തകർന്നതായി പോലീസ് പറഞ്ഞു. കേസിൽ സഹോദരങ്ങളായ വിപിൻ രാജ്, വിമൽ രാജ്, മിഥുൻ രാജ് എന്നിവരാണ് അറസ്റ്റിലായത്. ന്യൂസ് 18 ആലപ്പുഴ. നാട്ടുംപുറങ്ങളിൽ വഴിയരികിൽ വാഹനങ്ങൾ നിർത്തിയിട്ട് യാത്രക്കാർക്ക് മാർഗദർശനം സൃഷ്ടിക്കുന്നവരെ കാണാറുണ്ട്. പൊതുനിരത്തുകൾ അവരുടെ കുടുംബ സ്വത്തെന്നാണ് ചിലരുടെ വിചാരം. അത് ചോദ്യം ചെയ്താലോ പിന്നെ ഗുണ്ടായിസവും ആക്രമണവും. തൃശ്ശൂർ ചേലക്കരയിൽ യുവാവിനെ വെട്ടി പരിക്കേൽപ്പിച്ചത് റോഡിൽ ബൈക്ക് കുറുകെയിട്ടത് ചോദ്യം ചെയ്തതിനാണ്. ചേലക്കര സ്വദേശി ഷനൂബാണ് നാട്ടുകാരായ യുവാക്കളെ ആക്രമിച്ചത്. കേസിൽ പ്രതി ഷനൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. പരിക്കേറ്റ ചീപ്പാറ സ്വദേശി അനസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ച രാത്രി 9:30 കേസിനാസ്പദമായ സംഭവം. 2 കുടുംബങ്ങൾ യാത്ര ചെയ്തിരുന്ന വഴിക്ക് കുറുകെ പ്രതി ഷനൂബ് ബൈക്ക് നിർത്തിയിട്ടതിൽ തുടങ്ങിയതാണ് പ്രശ്നങ്ങൾ. വാഹനങ്ങൾ പോകാൻ കഴിയാത്ത രീതിയിൽ റോഡിന് നടുവിൽ ഷനൂബ് ബൈക്ക് നിർത്തിയിട്ടത് അനസിന്റെ സുഹൃത്ത് നിഷാദ് ചോദ്യം ചെയ്തു. ഇതിന്റെ വൈരാഗ്യത്തിലാണ് ആക്രമണം നടന്നത്. ചീപ്പാറയിൽ വെച്ച് സംസാരിച്ചു നിൽക്കുകയായിരുന്ന അനസിന്റെയും സുഹൃത്ത് നിഷാദിന്റെയും നേരെ ഷനൂബ് വെട്ടുകത്തി വീശുകയായിരുന്നു. ആക്രമണത്തിൽ അനസിന്റെ നെറ്റിയിൽ വെട്ടുകത്തി കൊണ്ട് ഗുരുതരമായി പരിക്കേറ്റു. വെട്ടുകത്തി വീശിയ സമയത്ത് അനസ് ഒഴിഞ്ഞു മാറിയതിനാൽ
നെറ്റിയിൽ മാത്രമാണ് പരിക്കേറ്റത്. ഇയാൾ നിഷാദിനെയും ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും ഒഴിഞ്ഞുമാറിയതിനാൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല. സാരമായി പരിക്കേറ്റ അനസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിനു ശേഷം കടന്നുകളഞ്ഞ പ്രതി ഷനൂബിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതിക്കെതിരെ കേസെടുത്തത്. ന്യൂസ് 18 തൃശൂർ. കൊല്ലത്ത് ആംബുലൻസ് തടഞ്ഞ ഡ്രൈവറെ നടുറോഡിൽ ആക്രമിച്ച സംഭവം കേരളത്തിലെ ചില മനുഷ്യരുടെ മനോവൈകൃതത്തിൻ്റെ തെളിവാണ്. ഒരു ആംബുലൻസിന് പോലും വഴി കൊടുക്കാതെ മാർഗദർശനം സൃഷ്ടിക്കുന്നവരുണ്ട്. കൊട്ടിയത്ത് രോഗിയുമായി യാത്ര ചെയ്ത ആംബുലൻസിന് സൈഡ് കൊടുത്തില്ലെന്ന കാരണത്താലാണ് ബൈക്കിലെത്തിയ യുവാക്കൾ ആക്രമണം നടത്തിയത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ 2 അംഗ സംഘത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആക്രമണത്തിൻ്റെ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. ഒളിവിലുള്ള 1-ാം പ്രതിക്കായി അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ മാസം 28-ന് കൊട്ടിയത്ത് ആംബുലൻസ് പോകുന്നതിനിടെ ബൈക്കിലെത്തിയ 3 യുവാക്കൾ വാഹനത്തിന് സൈഡ് കൊടുത്തില്ലെന്ന പേരിൽ ആക്രമണം നടത്തുകയായിരുന്നു. ഡ്രൈവർ വിപിനെ മർദ്ദിച്ച പ്രതികൾ കയ്യിലുണ്ടായിരുന്ന വാച്ച് ഉൾപ്പെടെ കവർന്നു. ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ആദിച്ചനല്ലൂർ സ്വദേശി ഷഫീഖ്, തൃക്കോവിൽവട്ടം സ്വദേശി ഫൈസൽ എന്നിവർ പിടിയിലായത്. കേസിലെ 1-ാം പ്രതിയായ കൊട്ടിയം സ്വദേശി അൻവർ ഇപ്പോഴും ഒളിവിലാണ്. സംസ്ഥാനം വിടാനുള്ള ശ്രമം മുന്നിൽ കണ്ട് പോലീസ് വ്യാപകമായ അന്വേഷണം നടത്തിയാണ് ഇരുവരെയും കൊല്ലത്തു നിന്നും പിടികൂടിയത്. ഒന്നാം പ്രതിക്കായി അന്വേഷണം ഊർജിതമാക്കിയതായും ലുക്കൌട്ട് നോട്ടീസ് പുറത്തുവിടുമെന്നും പോലീസ് അറിയിച്ചു. മൂവരും സമാനമായ കേസിൽ മുൻപും ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് അറിയിച്ചു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊട്ടാരക്കര. മദ്യം നിറച്ച ഗ്ലാസുകളും മദ്യക്കുപ്പികളും ടച്ചിങ്സുമെല്ലാം മുന്നിലുണ്ട്. മദ്യലഹരിയിൽ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാർ. ഇതൊരു ബാറിലെയോ പബ്ബിലെയോ കാഴ്ചയല്ല. പരപ്പന അഗ്രഹാല ജയിലിൽ തടവുകാർ അഴിഞ്ഞാടുന്ന ദൃശ്യങ്ങളാണ്. IS ഭീകരനും സീരിയൽ കില്ലറും ഉൾപ്പെടെയുള്ള കൊടും കുറ്റവാളികൾ മദ്യപിക്കുകയും ഫോണിൽ സംസാരിക്കുകയും TV കാണുകയും ചെയ്യുന്ന പുതിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത് ആഭ്യന്തര വകുപ്പിന് തന്നെ നാണക്കേടായിരിക്കുന്നു. ജയിലിൽ തടവുകാർക്ക് VIP പരിഗണന ലഭിക്കുന്നുവെന്ന ആരോപണത്തിൽ കർണാടക ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ബാംഗ്ലൂർ പരപ്പ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തു വന്ന ദൃശ്യങ്ങൾ അത് കർണാടക രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചുലച്ച വലിയൊരു സംഭവമായി മാറിയിരിക്കുകയാണ്. വിഷയത്തിൽ ഇപ്പോൾ കർണാടക സർക്കാർ ഒരു ആഭ്യന്തര അന്വേഷണം അതിന് ഉത്തരവിട്ടിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള G. പരമേശ്വര അദ്ദേഹം ജയിൽ ADGP ആയിട്ടുള്ള B. ദയാനന്ദയ്ക്ക് വിഷയത്തിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. G. പരമേശ്വര അദ്ദേഹം പറഞ്ഞത് ജയിലിൽ ഇത്തരത്തിൽ
കുറ്റവാളികൾക്ക് VIP പരിഗണന ലഭിക്കുന്നത് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത കാര്യമാണ്. ഇതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി സർക്കാർ സ്വീകരിക്കുമെന്നാണ്. അതുപോലെ തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. കുറ്റവാളികൾക്കെതിരെ തക്കതായിട്ടുള്ള നടപടികൾ തന്നെ സ്വീകരിക്കും. ഇവരെ ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത്, ഇതിന് പിന്നിൽ പോലീസുകാർ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശനമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിദ്ധരാമയ്യ വ്യക്തമാക്കിയിരുന്നു. 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ കർണാടക രാഷ്ട്രീയത്തെ തന്നെ പിടിച്ചു കുലുക്കിയ ഇത്തരത്തിൽ ഒരു വലിയ നിരവധി ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. മൊത്തം 6 ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൽ 3 ദൃശ്യങ്ങൾ 2023 ചിത്രീകരിച്ചതാണ് എന്നതിൻ്റെ തെളിവുകൾ ഇതിനു മുൻപ് തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കുറ്റവാളികൾ മദ്യപിക്കുകയും ജയിലിൽ ഇത് പാട്ട് ഉൾപ്പെടെ കൊട്ടി ഡാൻസ് കളിക്കുന്ന ദൃശ്യങ്ങൾ, അതുപോലെ തന്നെ TV കാണുന്ന ദൃശ്യങ്ങൾ, ഇതെല്ലാം പോലീസിന് കണ്ടെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും സീരിയൽ കില്ലറും അതുപോലെ തന്നെ നിരവധി ബലാത്സംഗ കേസുകളിൽ പ്രതിയുമായിട്ടുള്ള ഉമേഷ് റെഡ്ഡി, ഇയാളുടെ ദൃശ്യങ്ങൾ, ഇയാളുടെ മുറിയിൽ ഇയാൾ മുറിയിൽ നിന്ന് TV കാണുന്നതും ഇയാൾ ഫോണിൽ സംസാരിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ IS ബന്ധമുള്ള 2 കുറ്റവാളികൾ അവർ ടെലിഫോണിൽ ഈ മൊബൈൽ ഫോൺ വഴി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിക്കുന്നത്. മദ്യക്കുപ്പികൾ അടുക്കി വെച്ച ദൃശ്യങ്ങൾ അത് ഉൾപ്പെടെ പോലീസിന് ലഭിച്ചതാണ്. അതുപോലെ തന്നെ ഇതിനു മുൻപേ പ്രമുഖ നടനായിട്ടുള്ള ദർശന് ജയിലിൽ VIP പരിഗണനകൾ ലഭിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ദൃശ്യങ്ങളും ആരോപണങ്ങളെല്ലാം ഇതിനു മുൻപേ പുറത്തു വന്നിരുന്നു. അന്ന് കോടതി ഉൾപ്പെടെ ഇടപെട്ട്, കോടതിയും അതുപോലെ തന്നെ എല്ലാം ഉൾപ്പെടെ ഇടപെട്ട് ഈ VIP പരിഗണനകൾ, പിന്നീട് ജയിലിൽ ഇത്തരം പ്രത്യേക പദവികൾ നൽകുന്നത്, അത് പിന്നീട് കർശനമായിട്ട് അതെല്ലാം മാറ്റിവെച്ച് അതിനെതിരെ കർശന നടപടി സ്വീകരിച്ചിരുന്നു. പിന്നീട് ദർശൻ തനിക്ക് ജയിലിൽ നിന്ന് വിവേചനം നേരിടേണ്ടി വരുന്നു, അതുകൊണ്ട് തനിക്ക് നിരവധി അസുഖങ്ങളുണ്ട്, തനിക്ക് ജാമ്യം വേണം എന്ന് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിച്ചിട്ട് പോലും ജാമ്യം കൊടുക്കാതെ വളരെ കർശനമായിട്ടുള്ള നടപടി ഇതിനു മുൻപേ സ്വീകരിച്ചിരുന്നു. എന്തായാലും ജയിലിൽ ദർശന് പിന്നാലെ മറ്റു കുറ്റവാളികൾക്കും VIP പരിഗണന ലഭിക്കുന്നു എന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വന്നിരിക്കുന്നത്. സർക്കാർ എന്തായാലും വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നടപടി വൈകിയാണെങ്കിലും സ്വീകരിച്ചു കഴിഞ്ഞു. കോതമംഗലത്ത് കോളേജ് വിദ്യാർത്ഥിനി ഹോസ്റ്റൽ മുറിയിൽ ആത്മഹത്യ ചെയ്ത കേസിൽ അടിമുടി ദുരൂഹതയാണ്. നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിലെ BBA വിദ്യാർത്ഥിനി മാങ്കുളം സ്വദേശിനി നന്ദന മരിക്കുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്തത് എന്തിനായിരിക്കും? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ പെൺകുട്ടിയുടെ മരണത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് മാതാപിതാക്കളും കോളേജ് അധികൃതരും രംഗത്തെത്തി. നന്ദനയുടെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഞായറാഴ്ച രാവിലെയാണ് നെല്ലിക്കുഴി ഇന്ദിരാഗാന്ധി കോളേജിന്റെ ഹോസ്റ്റൽ മുറിയിൽ പെൺകുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അവധി ദിവസം കഴിഞ്ഞ് ഹോസ്റ്റലിലേക്ക് എത്തിയ സഹപാഠിയാണ് ഫാനിൽ തൂങ്ങിയ നിലയിൽ നന്ദനയെ ആദ്യം കാണുന്നത്. കോളേജ് അധികൃതർ അറിയിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും സ്ഥലത്തെത്തി. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും ഇടുക്കി മാങ്കുളം സ്വദേശിയുമായ നന്ദന ഹരിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിരുന്നു. ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയ നന്ദനയുടെ കാൽ നിലത്ത് മുട്ടിയാണ് നിൽക്കുന്നതെന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ആരുമായും നന്ദനയ്ക്ക് പ്രശ്നങ്ങൾ ഉള്ളതായി അറിയില്ലെന്നും കോളേജിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും അസ്വാഭാവികത കാണുന്നില്ലെന്നും പ്രിൻസിപ്പൽ വ്യക്തമാക്കി. നെല്ലിക്കുഴിയിലെ കോളേജ് കോമ്പൗണ്ടിലെ ഹോസ്റ്റലിലാണ് നന്ദന താമസിച്ചിരുന്നത്. ശനി ഞായർ അവധിയെ തുടർന്ന് നന്ദനയുടെ മുറിയിൽ താമസിച്ചിരുന്ന 3 പേർ വീട്ടിലേക്ക് പോയിരുന്നു. ഇതിലൊരാൾ കഴിഞ്ഞ ദിവസം 8 മണിക്ക് മടങ്ങിയെത്തി പരിശോധിച്ചപ്പോഴാണ് നന്ദനയെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ക്യാമ്പസിലോ ഹോസ്റ്റലിലോ നന്ദനയെക്കുറിച്ച് ആർക്കും ഭിന്നാഭിപ്രായമില്ല. രാത്രി ഉറങ്ങുന്നതിന് മുൻപ് വരെ ഫോൺ വിളിക്കുന്നത് കണ്ടതായി ഹോസ്റ്റൽ മെട്രൺ പറഞ്ഞിരുന്നതായി കോളേജ് പ്രിൻസിപ്പൽ പറഞ്ഞു. സമൂഹമാധ്യമങ്ങളിലടക്കം സജീവമായിരുന്നു നന്ദന.
എന്നാൽ മരിക്കുന്നതിന് മുൻപ് ഇൻസ്റ്റഗ്രാമിലെ പോസ്റ്റുകളെല്ലാം നീക്കം ചെയ്ത നിലയിലാണ്. പ്രാഥമിക പരിശോധനയിൽ നന്ദിനിയുടേത് ആത്മഹത്യ എന്ന നിഗമനത്തിലാണ് പോലീസ്. നന്ദിനിയുടെ മൊബൈൽ ഫോൺ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് 18 കോതമംഗലം. പാലക്കാട് പട്ടാമ്പിയിലെ ജനങ്ങൾക്കിപ്പോൾ ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. അടച്ചുറപ്പുള്ള വീട്ടിൽ കിടന്നുറങ്ങുന്നത് പോലും സുരക്ഷിതമല്ല. കാരണം കവർച്ചാ സംഘങ്ങൾ പലയിടങ്ങളിലും കറങ്ങി നടക്കുന്നു. ആളുകളുള്ള വീടുകളിൽ പോലും മോഷണം നടത്തുന്നു. പട്ടാമ്പി പെരുമുടിയൂരിൽ ഗൃഹനാഥനെ പൂട്ടിയിട്ടാണ് കവർച്ചാ ശ്രമം നടന്നത്. അർദ്ധരാത്രിയിൽ വീടിൻ്റെ ചുമർ തകർത്ത് അകത്തു കടന്ന മോഷ്ടാവ് വൻ കവർച്ചയ്ക്ക് പദ്ധതിയിട്ടതാണ്. എന്നാൽ കുടുംബാംഗങ്ങൾ ഉറക്കമുണർന്നതിനാൽ കള്ളൻ ഓടി രക്ഷപ്പെട്ടു. സംഭവത്തിൽ പട്ടാമ്പി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പട്ടാമ്പി പെരുമുടിയൂർ പുതിയ ഗേറ്റിന് സമീപത്താണ് ഗൃഹനാഥനെ പൂട്ടിയിട്ട് വീട്ടിൽ മോഷണ ശ്രമം നടന്നത്. സിതാര ഓഡിറ്റോറിയത്തിന് സമീപം താമസിക്കുന്ന കൊടക്കാഞ്ചേരി അബൂബക്കറിന്റെ വീട്ടിലാണ് മോഷണ ശ്രമം നടന്നത്. അർദ്ധരാത്രി 1 മണിയോട് കൂടിയാണ് വീട്ടുകാർ മോഷണം അറിയുന്നത്. അബൂബക്കർ രാത്രി പുറത്തിറങ്ങാൻ നോക്കുമ്പോൾ വാതിൽ പുറത്തുനിന്നും കുറ്റിയിട്ട നിലയിലായിരുന്നു. തുടർന്ന് ഫോണിൽ ഹാളിൽ കിടന്നുറങ്ങുകയായിരുന്ന ഭാര്യയെയും മുറിയിലുറങ്ങുന്ന മകളെയും വിളിച്ചു. വീട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മോഷണത്തെക്കുറിച്ച് വ്യക്തമായത്. വീടിന്റെ അടുക്കള ഭാഗത്തെ ചുമരും കട്ടിളയും തകർത്താണ് മോഷ്ടാവ് അകത്ത് കയറിയത്. വീടിനുള്ളിലെ അലമാര തുറന്ന നിലയിലായിരുന്നു. വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല എന്നാണ് വീട്ടുകാർ പറയുന്നത്. ഞാൻ വാല് മൂത്രമൊഴിക്കാൻ നീച്ചതാണ്. മൂത്രമൊഴിച്ചപ്പോൾ വാല് തുറന്നിട്ട് കണ്ടു. വാലിനെ അടച്ചിട്ടിരുന്ന് പെണ്ണുങ്ങളെ വിളിച്ച് വാല് തുറന്നിട്ട് ഞാൻ മൂത്രമൊഴിച്ച് പോകുമ്പോഴാണ് പിന്നെ വാലൊക്കെ തുറന്നിട്ടേ കണ്ടത്. അപ്പോഴാണ് ആൾ കടന്നിക്കണമെന്ന് മനസ്സിലായത്. പിന്നെ പിന്നിലത്തെ വായിൽ പോയി നോക്കുമ്പോൾ ചുമരും പൊളിച്ചിരിക്കണ്, ജനലും പൊളിച്ചു. പോലീസുകാർ വന്നോ? പോലീസുകാർ വന്നു. പട്ടാമ്പിയിൽ നിന്നും പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സംഭവ സമയം അബൂബക്കറും ഭാര്യയും മകളും പേരക്കുട്ടികളും അടക്കം വീട്ടിൽ 9 പേരുണ്ടായിരുന്നു. മുൻപ് 2 തവണ വീട്ടിൽ മോഷണം നടന്നിട്ടുള്ളതായും സ്വർണം നഷ്ടപ്പെട്ടതായും വീട്ടുകാർ പറഞ്ഞു. ന്യൂസ് 18 പട്ടാമ്പി. മൂന്നാർ വട്ടവട റോഡിലെത്തിയാൽ അപകടകരമായ രീതിയിൽ വിനോദസഞ്ചാരികളുടെ സാഹസിക യാത്ര കാണാം. ഒന്ന് കണ്ണു തെറ്റിയാൽ മതി വൻ ദുരന്തം സംഭവിക്കാൻ. കഴിഞ്ഞ ദിവസം മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള യാത്രയിലാണ് യുവാവ് കാറിനുള്ളിൽ അഭ്യാസ പ്രകടനം നടത്തിയത്. ശരീരത്തിൻ്റെ പകുതിയും പുറത്തേക്കിട്ട് യാത്ര ചെയ്ത യുവാവിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് നടപടിയെടുക്കാനാണ് മോട്ടോർ വാഹന വകുപ്പിൻ്റെ തീരുമാനം. ഇടുക്കിയിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളിൽ ചിലർ സാഹസിക യാത്ര പതിവാക്കിയിരിക്കുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് മൂന്നാർ വട്ടവട റോഡിൽ കണ്ടത്. കാറിന്റെ ഡോറിന് മുകളിൽ കയറിയിരുന്നാണ് യുവാവ് സാഹസിക യാത്ര നടത്തിയത്. കാറിന്റെ ഡോറിന് മുകളിൽ യാത്ര ചെയ്ത യുവാവ് മൊബൈൽ ഫോണിൽ വീഡിയോ ചിത്രീകരണവും നടത്തുന്നത് കാണാം. വിനോദസഞ്ചാരികളുടേതുൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്നതിനിടെയായിരുന്നു ഈ നിയമലംഘനം. തമിഴ്നാട് രജിസ്ട്രേഷനിലുള്ള കാറിലായിരുന്നു സാഹസിക യാത്ര. നിയമലംഘനങ്ങൾക്കെതിരെ ഗതാഗത വകുപ്പ് നിയമ നടപടി തുടരുന്നുണ്ടെങ്കിലും സാഹസിക യാത്രയും വർദ്ധിക്കുകയാണ്. മൂന്നാർ സന്ദർശനത്തിനെത്തുന്നവർ നടത്തുന്ന നിയമലംഘനവും അടുത്തിടെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്നവർക്ക് മുൻകൂട്ടി നിർദ്ദേശം നൽകാൻ കഴിയാത്തതും നിയമലംഘനം വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. തിരക്കേറിയ പാതയിലൂടെയുള്ള സാഹസിക യാത്ര മേഖലയിലെ ഗതാഗതത്തിനും പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്.
മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി സാഹസിക യാത്ര ഒഴിവാക്കാൻ ഇടപെടൽ നടത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. ന്യൂസ് 18 ഇടുക്കി. ഹരിയാന ഫരീദാബാദിൽ ഡോക്ടറിൽ നിന്ന് 350 കിലോ RDXും AK-47 തോക്കുകളും പിടിച്ചെടുത്ത സംഭവം അതീവ ഗൗരവമുള്ളതാണ്. നമ്മുടെ രാജ്യ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന സംഭവമാണ്. ജമ്മു കാശ്മീർ സ്വദേശിയായ ഡോക്ടർ ആദിൽ അഹമ്മദ് റാത്തറാണ് പോലീസിൻ്റെ പിടിയിലായത്. രാജ്യത്തെ വലിയൊരു ശൃംഖലയിലേക്കാണ് ഈ കേസിൻ്റെ അന്വേഷണം വിരൽ ചൂണ്ടുന്നത്. ആയുധങ്ങളുടെയും സ്ഫോടക വസ്തുക്കളുടെയും ഉറവിടവും യഥാർത്ഥ ലക്ഷ്യവും കണ്ടെത്താൻ സുരക്ഷാ ഏജൻസികൾ അന്വേഷണം നടത്തുന്നുണ്ട്. ഭീകരവാദത്തിന് സാമ്പത്തിക സഹായം നൽകുന്നവരും നിരീക്ഷണത്തിലാണ്. ഉത്തർപ്രദേശിലുള്ള സഹാറൻപൂരിൽ നിന്ന് ഒരു കശ്മീരി ഡോക്ടർ അറസ്റ്റിലായതിന് പിന്നാലെയാണ് ഇത്ര വലിയ ഒരു തീവ്രവാദ സംഘത്തിൻ്റെ വേരുകൾ അത് അന്വേഷിച്ച് പോലീസ് പോകുന്നത്. കശ്മീരി പോലീസും അതുപോലെ തന്നെ ഹരിയാന പോലീസും സംയുക്തമായിട്ടാണ് ഈ ഓപ്പറേഷൻ നടത്തുന്നത്. ഉത്തർപ്രദേശിൽ നിന്ന് ഈ കശ്മീരി ഡോക്ടറെ അറസ്റ്റ് ചെയ്യുന്നത് ജെയ്ഷെ മുഹമ്മദിനെ പിന്തുണച്ചുകൊണ്ടുള്ള പോസ്റ്ററുകൾ പതിപ്പിച്ചതിനാണ്. ഇയാളെ ചോദ്യം ചെയ്തത് വഴിയാണ് ഇയാളുടെ ഹരിയാനയിലുള്ള ചില ബന്ധങ്ങളെ പറ്റിയിട്ട് പോലീസിന് മനസ്സിലാകുന്നത്. തുടർന്ന് അന്വേഷണവുമായി കശ്മീരി പോലീസ് നേരെ ഹരിയാനയിലുള്ള ഫരീദാബാദിലെത്തുന്നു. ഫരീദാബാദിൽ നടത്തിയിട്ടുള്ള വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഇതിലുള്ള കൂടുതൽ കണ്ണികൾ അത് വെളിയിലാകുന്നത്. ആദ്യം അറസ്റ്റിലാകുന്നത് ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ഇയാൾ അവിടെയുള്ള ഒരു സർക്കാർ മെഡിക്കൽ കോളേജിലെ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിക്കുകയായിരുന്നു ഹരിയാനയിലുള്ള ഫരീദാബാദിൽ. അവിടെ സാധാരണ രീതിയിൽ തന്നെ ഒരു സർക്കാർ മെഡിക്കൽ കോളേജിൽ അധ്യാപകനായി സേവനമനുഷ്ഠിച്ചിരുന്ന സാധാരണ ഒരു ഡോക്ടറായിരുന്നു ഈ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്നത്. ഇയാളെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യുന്നു. ചോദ്യം ചെയ്ത് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തത് വഴി ഇയാളുടെ ലോക്കറിലുണ്ടായിരുന്ന ഒരു AK-47 തോക്ക് അതും പോലീസ് കണ്ടെടുക്കുകയായിരുന്നു. തുടർന്ന് ഈ റാത്തർ എന്ന് പറയുന്ന ഈ ഡോക്ടറിനെ പോലീസ് കൂടുതലായിട്ട് പിന്നീട് ചോദ്യം ചെയ്യുന്നു. ഇയാളുടെ മൊഴിയിൽ നിന്നാണ് ഇതിൻ്റെ മറ്റൊരു കണ്ണിയെ അത് പോലീസിന് മനസ്സിലാകുന്നത്. അതിനുശേഷം പോലീസ് അറസ്റ്റ് ചെയ്യുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് മുജാഹിൽ ഷക്കീൽ എന്ന് പറയുന്നത്. ഇയാളുടെ പക്കൽ നിന്ന് പോലീസിന് ഞെട്ടിക്കുന്ന ഒരു വലിയ ആയുധശേഖരമാണ് പോലീസിന് പിടിച്ചെടുക്കാൻ സാധിച്ചത്. ഇയാളുടെ പക്കൽ നിന്ന് 2 AK-47 തോക്കുകൾ, മറ്റ് വെടിക്കോപ്പുകൾ, സ്ഫോടക വസ്തുക്കൾ, അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം 350 കിലോഗ്രാം RDX, ഇത്രയും സാധനങ്ങളാണ് ഇയാളുടെ പക്കൽ മുജാഹിൽ ഷക്കീൽ എന്ന് പറയുന്ന ഇയാളുടെ പക്കൽ നിന്ന് കണ്ടെത്തിയത്. അതുപോലെ ഈ മുജാഹിൽ ഷക്കീലും പിന്നെ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഇയാളും ഇവർ സംയുക്തമായിട്ടാണ് ഇവിടെ പ്രവർത്തിച്ചിരുന്നതെന്നാണ് വിവരം. ഇവർ രണ്ടുപേരും ഡോക്ടർമാരാണ്. ഈ ആദിൽ അഹമ്മദ് റാത്തർ എന്ന് പറയുന്ന ഡോക്ടർ, ഇയാൾ കശ്മീരി സ്വദേശിയാണ്. ഇയാൾക്കാണ് ഉത്തർപ്രദേശിൽ അറസ്റ്റിലായ ആദ്യത്തെ ഡോക്ടറുമായിട്ട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നത്. അപ്പോൾ ഇവരെല്ലാവരും ഒരു തീവ്രവാദ സംഘത്തിൻ്റെ കണ്ണികളാണ്. എന്നാൽ ഇവരാരെയാണ്, ആരുടെ നിർദ്ദേശമനുസരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നുള്ളതൊന്നും പോലീസിൻ്റെ നിലവിലെ സാഹചര്യത്തിൽ വ്യക്തമല്ല. വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും രാജ്യ തലസ്ഥാനത്തിന് കിലോമീറ്ററുകൾ മാത്രം അകലെയുള്ള ഫരീദാബാദിൽ നിന്നും ഇത്രയധികം 350 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത് വെറുതെ ആയിരിക്കില്ല. കൃത്യമായിട്ടുള്ള ആസൂത്രണം വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. മുൻപൊക്കെ തീവ്രവാദികൾ എന്ന് പറയുന്നത് അധികം വിദ്യാഭ്യാസമില്ലാത്ത താഴേക്കിടയിലുള്ള ആളുകളെയായിരുന്നു തീവ്രവാദികൾ ലക്ഷ്യം വെച്ചിരുന്നതെങ്കിൽ ഇന്ന് സമൂഹത്തിൽ വൈറ്റ് കോളർ ജോലി ചെയ്യുന്ന ഉന്നത മേഖലകളിൽ നിൽക്കുന്ന ആളുകളെയാണ് തീവ്രവാദികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അതിൻ്റെ സൂചനയാണ് ഈ ഡോക്ടർമാരുടെ അറസ്റ്റ്. നമ്മുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ദുരന്തം സംഭവിക്കുകയാണെന്ന് ചിന്തിച്ചേ. പ്രിയപ്പെട്ടവരുടെ വിയോഗമോ രോഗമോ നഷ്ടപ്പെടലോ അങ്ങനെ എന്തുമാകട്ടെ, അത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാം നഷ്ടപ്പെട്ടെന്ന് കരുതുന്നവരുണ്ട്. തനിച്ചായ ലോകത്ത് ഇനി എന്തിന് ജീവിക്കണമെന്ന് ചിലപ്പോൾ ആലോചിക്കാമല്ലേ?
ഈ പകൽ പത്തനംതിട്ട അടൂരിലുണ്ടായൊരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സമയം രാവിലെ 9:30. ചീറിപ്പാഞ്ഞു വരുന്ന ബസ്സിന് മുന്നിലേക്ക് 4 വയസ്സുള്ള കുഞ്ഞിനെയും കൊണ്ട് അച്ഛൻ ചാടി വീഴുന്നു. ഡ്രൈവർ പെട്ടെന്ന് ബസ് ബ്രേക്ക് ചവിട്ടി നിർത്തി. ഡ്രൈവറുടെ സംയോജിത ഇടപെടലിൽ ആ കുഞ്ഞും അച്ഛനും അത്ഭുതകരമായി രക്ഷപ്പെടുന്നു. രാവിലെ ആശുപത്രിയിൽ ഒപ്പമെത്തിയ ഭാര്യയെ കാണാതായതിലുള്ള വിഭ്രാന്തിയിൽ ആത്മഹത്യാ ശ്രമം നടത്തുകയായിരുന്നുവെന്നാണ് ആ യുവാവ് പറഞ്ഞത്. എന്നാൽ സംഭവത്തിന് പിന്നാലെ ഭാര്യയെ കണ്ടെത്തുകയും ചെയ്തു. ആ അപകടത്തിൽ 2 പേർക്കും എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ പിന്നീട് ആ ഭാര്യയുടെ അവസ്ഥ ഒന്ന് ഓർത്തു നോക്കുകയും. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഉണ്ടാകുമ്പോൾ ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് നോക്കണം. നിങ്ങളെ കാത്തിരിക്കുന്ന, നിങ്ങളുടെ കരുതൽ ആവശ്യമുള്ള ഒട്ടേറെ മനുഷ്യർ ഈ ലോകത്തുണ്ടെന്നേ. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.